പാലക്കാട് എലപ്പള്ളിയിൽ സ്വകാര്യ ബ്രൂവറിക്ക് സർക്കാർ അനുമതി നൽകിയത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഭരണകക്ഷിയിലെ ഒന്നാം സ്ഥാനക്കാരായ CPIM അവരുടെ പ്രത്യേക താൽപര്യ പ്രകാരമാണ് ബ്രൂവറി സ്ഥാപിക്കുന്നത്. പല കോണുകളിൽ നിന്ന് വിമർശനം ഉയരുമ്പോഴും പാലക്കാട് പദ്ധതിയിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് CPM പറയുന്നത്. കൊടും വേനലിലാണ് മുന്നിൽ എത്തി നിൽക്കുന്നത്. ഇതിനിടയിൽ പാലക്കാട് പോലെ കുടിവെള്ളത്തിന് ഏറെ ക്ഷാമം നിൽക്കുന്ന സ്ഥലത്ത് എന്തിന് ധൃതിപ്പെട്ട് ബ്രൂവറി സ്ഥാപിക്കുന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷം അടക്കം ചോദിക്കുന്നത്. LDF നിന്നും CPI ആണ് ബ്രൂവറിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നത്. ഇതോടെയാണ് CPM വലിഞ്ഞതും. മുന്നണി ബന്ധം ശിഥിലമാക്കുന്ന ചിന്തയിൽ കോംപ്രമൈസ് ചർച്ചകൾക്കാണ് CPM ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത്. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ബ്രൂവറി പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട CPI ഓഫീസിലെത്തി ചർച്ചകൾ നടത്തി. ഇതോടെ LDFിലെ മറ്റ് കക്ഷികളും ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. മദ്യനയം അനുസരിച്ചാണ് ഇത് പുതിയ ബ്രൂവറിക്ക് അനുമതി നൽകിയതെന്നാണ് പറയുന്നതെന്നും ഇത് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതിരുന്നത് തെറ്റായ സമീപനമാണെന്ന കുറ്റപ്പെടുത്തലുമായിട്ട് LDFിലെ ഘടകകക്ഷിയായ RJDയും രംഗത്ത് വന്നു. ബാക്കി ഘടകകക്ഷികളുമായിട്ട് ആലോചിക്കാതെ CPIയുടെ ഓഫീസിൽ മാത്രം എത്തി കാര്യങ്ങൾ വിശദീകരിച്ച എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ നടപടി തെറ്റായ പ്രവണതയാണെന്നും RJD ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബ്രൂവറി വിവാദം LDFിൽ പുതിയ പോർമുഖം തുറക്കുന്നതിനെ കാഴ്ചയാണ് കാണുന്നത്. നയപരമായ തീരുമാനമെടുക്കുമ്പോൾ ഭരണമുന്നണിയുടെ ഏകോപന സമിതി വെച്ചതിന് ശേഷമാണ് സാധാരണഗതിയിൽ മന്ത്രിസഭയിലേക്ക് പോകേണ്ടത് എന്നാണ് RJD പറയുന്നത്. എന്നാൽ സ്വകാര്യ ബ്രൂവറിക്ക് അനുമതി നൽകിയതു സംബന്ധിച്ച എക്സൈസ് പോളിസി LDF യോഗത്തിൽ വച്ചിട്ടില്ല എന്നും മുൻപുള്ള മദ്യനയങ്ങൾക്ക് 1 വർഷത്തെ കാലാവധി മാത്രമാണുള്ളതെന്നും ഘടകകക്ഷികൾ പറയുന്നുണ്ട്. എന്നാൽ ഇത്തവണ LDF യോഗത്തിൽ ചർച്ച ചെയ്യാതെ നേരിട്ട് മന്ത്രിസഭയിൽ എത്തിച്ച് ഇത്തരം സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുകയാണ് ചെയ്തത്. അത് ശരിയല്ല എന്നും LDFിൽ വയ്ക്കുന്നതിന് പകരം എക്സൈസ് മന്ത്രി MP രാജേഷ് CPIയുടെ ഓഫീസിൽ പോയി വിശദീകരിക്കുകയാണ് ചെയ്തത് എന്ന കുറ്റപ്പെടുത്തലും ശക്തമായി വരികയാണ്. നിലവിൽ LDFിൽ 11 കക്ഷികളാണുള്ളത്. CPIക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ മതിയോ? ബാക്കി കക്ഷികളൊന്നും ഇത് അറിയേണ്ടേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മന്ത്രിയുടേത് നല്ല രീതിയല്ല എന്ന് വിമർശിച്ച RJD കൂടുതൽ തെറ്റുകുറ്റങ്ങളൊന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ LDF കൺവീനർ TP രാമകൃഷ്ണൻ മുൻപ് എക്സൈസ് മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ നടപടിക്രമങ്ങളൊക്കെ അറിയാവുന്നതുമാണ്. LDF ചർച്ച ചെയ്യാത്ത സാഹചര്യത്തിൽ ഈ തീരുമാനത്തെ ന്യായീകരിക്കാൻ ഘടകകക്ഷികൾക്ക് കഴിയില്ല എന്ന പ്രതിസന്ധിയും നിലവിൽ വന്നതായിട്ട് വർഗീസ് ജോർജ് പറയുന്നുണ്ട്. ബ്രൂവറി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഫെബ്രുവരി 2-ന് തിരുവനന്തപുരത്ത് ചേരുന്ന പാർട്ടി സമിതി ചർച്ച ചെയ്ത് തീരുമാനം പറയണമെന്നും ഭൂഗർഭജലം ഉപയോഗിച്ചാണോ മദ്യം ഉൽപ്പാദിപ്പിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നും ഘടകകക്ഷികൾ വ്യക്തമാക്കുന്നുണ്ട്.